ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ജുനഗദ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഗുജറാത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമെന്നറിയപ്പെടുന്ന ഗിരിനാർ പർവ്വതത്തിലേക്കുള്ള ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ജുനഗദിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ജാംനഗറിലോ രാജ്കോട്ടോ ട്രെയിൻ ഇറങ്ങുക. അവിടുന്ന് ജുനഗദിലേക്ക് ട്രെയിൻ കിട്ടും. കൂടുതലും രാജ്കോട്ടിൽ നിന്നാണ് ജുനഗദിലേക്ക് ട്രെയിൻ കിട്ടാറ്. ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുത്തിട്ട് വരുവാണെങ്കിൽ ദ്വാരകയും കൂടി കണ്ടിട്ട് നമുക്ക് ഗിരിനാർ പർവ്വതം ട്രെക്ക് ചെയ്തിട്ടും കൂടെ തിരിച്ചു വരാവുന്നതാണ്. ഗിരിനാർ പർവ്വതത്തിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇഷ്ടം പോലെ ഷെയർ ടാക്സിയും ഓട്ടോയൊക്കെ കിട്ടും. രാത്രിയിൽ ഓട്ടോയാണുള്ളത്. ഗുജറാത്തിൻ്റെ ഹയസ്റ്റായ ഗിരിനാർ പർവ്വതത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ ട്രെക്കിംഗ് എന്ന് പറയുന്നത്. രാജ്കോട്ടിൽ നിന്ന് ജാംനഗർ പോയിട്ട് രാജ്കോട്ടിൽ നിന്ന് ജുനഗദ് വന്നു. ജുനഗദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭാവനാഥ് മഹാദേവ് ടെമ്പിൾ അവിടേക്ക് ഒരു ഓട്ടോയിൽ വരിക. 200 രൂപ പറയും, 150 രൂപ പറയും. ആൾ വെച്ചിട്ടാണ് അവർ പൈസ പറയുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ അവർ 200 രൂപയാണ് കുറഞ്ഞത് പറഞ്ഞത്. പക്ഷേ 100 രൂപയുള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഓട്ടോക്കാരോട് ചോദിച്ചിട്ട് ഈ 100 രൂപയ്ക്ക് വരാൻ ശ്രമിക്കുക. ഇതാണ് ഭാവനാഥ് ടെമ്പിളിലേക്ക് വരേണ്ട എൻട്രൻസ്. ഇതാണ് ഭാവനാഥ് ടെമ്പിൾ. നല്ല ഒരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ഞാൻ ഇവിടെ കയറി ഇപ്പോൾ തൊഴുതിട്ടുണ്ട്. പിന്നെ ഇവിടെ താമസിക്കാനാണെങ്കിൽ കുറേ ആശ്രമങ്ങളും ഹോട്ടലും ഒക്കെ കിട്ടും. എല്ലായിടത്തും ഈ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നതിനോട് ആർക്കും താല്പര്യമില്ല. ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ആണ് ഇവിടെ കുറച്ചും കൂടെ റൂമൊക്കെ കിട്ടാനായിട്ട് സൗകര്യം. പിന്നെ എനിക്ക് ഇവിടെ ഞാനിപ്പം തിരിച്ചു പോകുമ്പോൾ ഞാൻ ആശ്രമം കാണിക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 5:30-6 മണിയാവുന്നു. ഞാനാണെങ്കിൽ 4 മണിക്ക് ട്രക്കിംഗ് ഒക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചു. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിപ്പോയി. ഇങ്ങനെയാണ് നമ്മൾ ഗിരിനാറിലോട്ട് കയറാനുള്ള വഴികൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ എവറസ്റ്റ് എന്നാണ് ഗിരിനാർ പർവ്വതത്തെ അറിയപ്പെടുന്നത്. 10,000 സ്റ്റെപ്പാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത്. വൺ സൈഡ് തന്നെ 10,000 സ്റ്റെപ്പുള്ളത്. ഇതാണ് ഭാവനാഥ് മഹാദേവ ടെമ്പിളിൻ്റെ ഒരു സൈഡ്. പിന്നെ ആശ്രമത്തിൽ എനിക്ക് കിട്ടിയ റൂമിന് 1000 രൂപയാണ് അയക്കുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. നിങ്ങളൊരു 4-5 പേരൊക്കെ ചേർന്ന് വരുവാണെങ്കിൽ ഒരാൾക്ക് 200 രൂപയ്ക്കൊക്കെ റൂം കിട്ടും. നേരെ വലത്തേക്ക് തിരിഞ്ഞിട്ട് നേരെ നടക്കാനാണ് പറഞ്ഞേക്കുന്നത്. പ്രതീക്ഷകളൊന്നും ഇല്ലാതാണ് ഞാനൊരു 2-3 വ്ലോഗാണ് ആകെ ഗിരിനാർ പർവ്വതത്തെ പറ്റിയിട്ട് മലയാളികൾ ചെയ്തേക്കുന്നത് കണ്ടത്. ഈ 2 ടീമും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവർ പാതിക്ക് വെച്ചിട്ട് ഇറങ്ങി പോരുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ടാസ്ക് ആണെന്ന് മനസ്സിലായി. പിന്നെ ഇപ്രാവശ്യം ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടില്ല. ഇവിടുന്ന് നല്ല ഉഗ്രൻ മുളവടി കിട്ടുമെന്ന് ഞാൻ ആ ബ്ലോഗിൽ കണ്ടിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വെച്ചു. രാവിലെ നമുക്ക് ഓട്ടോ പിടിച്ച് തന്നെ ജുനഗദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വൈകിട്ട് 7 മണി വരെ ബസ്സുണ്ട് ഇവിടുന്ന്. നമുക്കെപ്പോഴും ഇവിടെ ഭയങ്കര മഴയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു റെയിൻകോട്ട് എപ്പോഴും കയ്യിൽ വേണം. എങ്ങാനും എടുക്കാൻ മറക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ റെയിൻകോട്ട് കിട്ടും കേട്ടോ. പിന്നെ അവിടെ നേരെ ഇടത്തോട്ടത് ഈ ഓറഞ്ച് ബിൽഡിങ് നോക്കിയിട്ട് ഇനി വന്നാൽ മതി. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് കയറുന്നതാണ്. പക്ഷേ എല്ലാവരും എത്രത്തോളം കയറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വെളുപ്പിനെ 3 മണി മുതൽ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ജൈനമതവും ബുദ്ധമതവും ചേർന്നിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 65 കോടി വർഷം പഴക്കമുള്ള ഗ്രാനൈറ്റിൻ്റെ കഷ്ണങ്ങളും ആയുർവേദ ചെടികളുടെ ശേഖരങ്ങളും ഈ പർവ്വതത്തിൻ്റെ മുകളിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു മഹാകാളീൻ്റെ അമ്പലമുണ്ട്. ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് നടക്കുക. ഇങ്ങനെ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ വടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വടി വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ട്രക്കിംഗ് എന്ന് പറയാനായിട്ട് മൊത്തം സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ കല്ലും മുള്ളും ഒന്നും ചവിട്ടി കയറേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു നോർമൽ റണ്ണിങ് ഷൂ ആണ് ഇട്ടേക്കുന്നത്. എങ്കിലും ഇതൊരു ഈസി ട്രെക്കല്ല കേട്ടോ. ഒരിക്കലും ഒരു ഈസി ട്രെക്കല്ല. കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഗുജറാത്തിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് അവിടുത്തെ ചായ കുടിക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ചായേൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. 5 രൂപയുടെ ചായയും കിട്ടും, 10 രൂപയുടെ ചായയും കിട്ടും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസാല ചായ അല്ല, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ചായക്ക്. പിന്നെ പാലൊട്ടും ചേർക്കത്തില്ല, വെള്ളം ഒട്ടും ചേർക്കത്തില്ല.
വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല കടുപ്പത്തിൽ കിട്ടുന്ന ചായയാണ്. എന്നാൽ പക്ഷേ ആ തേയിലക്കറേൻ്റെ ചെവ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. അപ്പോൾ എനിക്ക് തന്ന വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ആണ് എൻട്രൻസ്. നമ്മൾ കയറാൻ പോവാണ്. പ്ലാസ്റ്റിക് അലൗഡ് അല്ല ഇവിടെ. ആനിമൽസും പറ്റത്തില്ല. കണ്ടോ, ഫീഡിങ് വൈൽഡ് ആനിമൽസ് പറ്റത്തില്ല. നമ്മൾ വടി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാർഡാണ് നമുക്ക് തരുന്നത്. കമ്പനി 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 50 രൂപ വാങ്ങിക്കും, 30 രൂപ ഡെപ്പോസിറ്റ്. ഈ കാർഡ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ 30 രൂപ തിരിച്ചു തരും. പ്ലാസ്റ്റിക് ഒരു തരത്തിലും അലൗഡ് അല്ല. ഞാനാണെങ്കിൽ വലിയ കാര്യത്തെ നല്ല 2 ബോട്ടിൽ വെള്ളം ഞാൻ കാണിക്കാനൊക്കെ പറഞ്ഞില്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് മാറ്റി. എൻ്റെ റെയിൻകോട്ടിൻ്റെ കവർ എടുത്ത് മാറ്റി കളഞ്ഞു. എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ടു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അതെൻ്റെ റെയിൻകോട്ടിൻ്റെ കവറാണെന്ന് പറഞ്ഞു. പിന്നെ ഈ കമ്പ് വാങ്ങിച്ച കടയിൽ ആ ബോട്ടിലും റെയിൻകോട്ടിൻ്റെ കവറും എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്നൊരു കുപ്പിയാണ്, ഗ്രീൻ വാലിൻ്റെ കുപ്പിയാണ് അവർ എനിക്ക് തന്നത്. 50 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്. 50 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിന് 50 രൂപ കേട്ടോ. ഇനി അങ്ങോട്ട് കയറും തോറും റേറ്റ് കൂടി വരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കൃഷ്ണാർപ്പണസ് ചവിട്ടി ഇങ്ങനെ ഇനിയും കയറി പോകണം. ഇപ്പം സമയം 5:45 ഓ, ഇരുട്ടാണ് കേട്ടോ. ഈ ട്രക്കിങ്ങിൻ്റെ എൻഡ് പോയിന്റ് വരുന്നത് ത്രിമൂർത്തികൾ തപസ്സിരുന്ന ഒരു മലയുടെ മുകളിലായിട്ടാണ്. ദത്താത്രേയൻ എന്നാണ് ആ ദൈവത്തെ ഇവിടെ ഉള്ളവർ വിളിക്കുന്നത്. അല്ലാതെ പോകുന്ന വഴിയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ. അവിടെ തന്നെ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഞാൻ ക്യാപ്പ് എടുക്കാൻ മറന്നിട്ടുണ്ട് ഇപ്രാവശ്യം. പോകുന്ന വഴികളിലെല്ലാം ഇങ്ങനെ ഓരോ ദൈവങ്ങളുണ്ട്, പ്രതിഷ്ഠയുണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോൾ തുറന്നു വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഹെഡ് ലാമ്പ് എടുത്തിട്ടുണ്ട്. ഇടത്തിലായി പൊയ്ക്കൊണ്ടിരിക്കണേ. പിന്നെ ഒരു വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കുത്തനെ അങ്ങ് സ്റ്റെപ്പുകൾ മാത്രമല്ല, 5 സ്റ്റെപ്പും 2 സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നിരപ്പായിട്ടും കിടപ്പുണ്ട്. വെയിലിന് മുന്നേ കുറച്ചെങ്കിലും കയറണം എന്നെ ആഗ്രഹിക്കുന്നുള്ളൂ ശരിക്കും. ഇപ്പോൾ ഓക്കെ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ 6:15 നല്ല കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല ചൂടാട്ടോ, കയറ്റം കയറിയിരിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞ സംഭവം ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റെപ്പ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ വഴി എത്തിയപ്പോഴാണ് ഇതുവരെ 577 സ്റ്റെപ്പാണ് അയക്കുന്നത്. അങ്ങനെ 10,000 സ്റ്റെപ്പുണ്ട്. പളനിയിൽ 1001 പടി കയറാൻ ഞങ്ങൾക്ക് 1.25 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നോക്കാം. ഞാൻ കഴുത്തിലാണ് കേട്ടോ എൻ്റെ ടോർച്ച് ഇട്ടേക്കുന്നത്. ഇവിടെ തലയിൽ വെച്ചപ്പം ഈ സ്റ്റെപ്പ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം നേരം വെളുത്ത് തുടങ്ങി. ഏത്തയ്ക്ക വാങ്ങിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ എപ്പോഴും ഇൻസ്റ്റൻ്റായിട്ട് എനർജി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഏത്തയ്ക്കയാണ്. അത് തിരിച്ചിറങ്ങുമ്പോഴൊക്കെയാണ് നമ്മുടെ കാല് വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ഏത്തയ്ക്ക കഴിച്ചാൽ ഡബിൾ സ്റ്റാമിനയാണ്. പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല കഴിക്കാനൊക്കെ. വഴിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് വേണം നടക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ബോട്ടിൽ ഇന്ത്യാസ് ഫസ്റ്റ് 1 ലിറ്റർ കമ്പോസബിൾ ബോട്ടിൽ. ഇതിനകത്ത് ഐ ആം നോട്ട് പ്ലാസ്റ്റിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണോ എന്തോ. ഇതിനാണ് 50 രൂപ കേട്ടോ 1 ലിറ്ററിന്. ഇത് മാത്രമേ ഇവിടെ അലോഡുള്ളൂ, ബാക്കിയൊന്നും ഇവിടെ കയറ്റൂല. ഒരു ദാക്ഷിണ്യമില്ല, അത് എടുത്ത് കളഞ്ഞു കളയും. അപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നടന്നു തുടങ്ങാൻ പോവാണ്. ഇതുപോലെ കുറേ പേരിങ്ങനെ ഓരോന്ന് ചുമന്നുകൊണ്ട് മൂട് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡി നടക്കുന്നത് കണ്ടത്. ഒരു 300 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ 2 ഗ്രാനൈറ്റ് പീസ് തലയിൽ ചുമന്നുകൊണ്ട് ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കണത്. സമ്മതിക്കണം. 700 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 100 സ്റ്റെപ്പ് കയറി മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കയറി പോകാൻ വയ്യാത്തവർക്ക് ടോളി സൗകര്യം ഇവിടെ ഉണ്ട്. ആൾക്കാർ ചുമന്നുകൊണ്ട് നമ്മളെ മുകളിലോട്ട് കയറ്റിക്കോളും. 1200 രൂപയാണ് ഒരാൾക്ക് അവർ പറയുന്ന ചാർജ്. അത് മുതലാവില്ല, അവർക്ക് മുതലാണ്, അവർക്ക് നഷ്ടമായിരിക്കും ചിലപ്പോൾ. ആദ്യത്തെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആദ്യത്തെ വ്യൂ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഉറക്കെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനർജി കളയണ്ട എന്നോർത്തിട്ടാണ് ഈ പയ്യെ സംസാരിക്കുന്നത്. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ ടവർ. എന്തോരം ഹൈറ്റിലാണെന്നൊക്കെ.
ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഗിരിനറിലാണ് ഏഷ്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോപ്പ് വേ ഉള്ളത് കേട്ടോ. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ളൂ കേബിൾ കാർ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ 5 മണിക്ക് മുന്നേ തിരിച്ചെനിക്ക് താഴെ 5000 സ്റ്റെപ്പ് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കേബിൾ കാറിൽ വരും. ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ. മുക്കാണ്ട് തുടങ്ങിയ ട്രക്കിംഗ് ആണ്. പക്ഷേ 6:45 ആയപ്പോഴത്തേക്കും 1200 സ്റ്റെപ്പുകൾ മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ കയറുള്ളൂ. വിശപ്പിനെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വഴിക്ക് വെച്ച് തളർന്നു. 55 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് മാഗിയും ഒരു നാരങ്ങ വെള്ളത്തിന് പറയുന്നത് നിംബു പനി എന്നാണ് കേട്ടോ. പിന്നെ ഇവർ നാരങ്ങ വെള്ളത്തിനകത്തും എന്ത് സാധനം കിട്ടിയാലും ഇവരുടെ ഒരു മസാല ഇടും. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല. ഞാൻ അതില്ലാണ്ട് ഒരു നാരങ്ങ വെള്ളം 20 രൂപ, പിന്നെ ഒരു മാഗി 50 രൂപ. എനിക്കിതേ മാഗി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ 1500 സ്റ്റെപ്സാണ് ഇവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ 7:10 ഞാൻ നടക്കാൻ തുടങ്ങാം കേട്ടോ. 1991 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയ വ്യൂ കണ്ടോ? ആളുകൾ കയറി വരുന്നുണ്ട്. കാണാൻ വയ്യ. ഇങ്ങനെ കയറി പോണെങ്കിൽ കുത്തനെ സ്റ്റെപ്പുകളാട്ടോ. 1983 മുതലാണ് ഗുജറാത്ത് ടൂറിസം റോപ്പ് വേയുടെ പദ്ധതി ആരംഭിച്ചത്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അതിനെതിരെ സമരമൊക്കെ ചെയ്തു. കാരണം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണല്ലോ ഈ ധോളി എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ സമരമൊക്കെ ചെയ്തിട്ട് റോപ്പ് വേയുടെ നിർമ്മാണമൊക്കെ നിർത്തിവെച്ചു. 2018 വീണ്ടും ഗവൺമെൻറ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഗിരിനർ പർവ്വതത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോവേണ്ടത്. 7:45 സമയത്തെ കോട ഉണ്ടോ? ഫുള്ള് കോടയാട്ടാ. ഇങ്ങനെ തന്നെ നിന്നാണ് വെയിലുള്ളുണ്ടായിരുന്നു. സൂര്യൻ ഇവിടേക്ക് ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടേക്ക് 7 മണി കഴിയും സൂര്യൻ ഉദിക്കാൻ. 1 മണിക്കൂറായപ്പോൾ ഞാൻ 3105 സ്റ്റെപ്സാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പം 8:10 ആയിട്ടുണ്ട്. 5:45 തുടങ്ങിയ ട്രക്കിങ്ങാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റാണ്. 4000 സ്റ്റെപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 4000 സ്റ്റെപ്പ് മുതലാണ് ജൈന മതത്തിൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണാൻ പോണത്. ഇതിൻ്റെ മുകളിലൊക്കെ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെയൊക്കെ പണിഞ്ഞ് വെക്കുന്നവരെ സമ്മതിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ സാധനങ്ങൾ ചുമന്നുകൊണ്ട് വരും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, അവിടുത്തെ കൊത്തുപണികൾ കണ്ട ഒരു ആകാംക്ഷയിൽ ഞാൻ എങ്ങനെയാ ഫോൺ പിടിച്ചേക്കുന്നത് പോലും ശ്രദ്ധിക്കാൻ മറന്നുപോയി. കുറച്ച് ആളുകൾ കയറാതെ പോകുന്നത് കണ്ടപ്പോൾ ഞാനും വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ എനിക്ക് എന്തോ കയറണമെന്ന് തോന്നി. 4000 പടികൾ ചവിട്ടി മുകളിൽ വന്നപ്പോൾ ഞാനൊരു വളരെ ശാന്തമായിട്ടുള്ള നല്ലൊരു അമ്പലത്തിൽ കയറി. നേമിനാഥ് ഭഗവാൻ ജെയിൻ ടെമ്പിളാണ്. ഞാൻ നിർമ്മാല്യ സമയത്താണ് കയറി തൊഴുതത്. എന്താ പറയുക, മനസ്സത്രയും ശാന്തമായി. വളരെ ഈ ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് ഈ വെള്ള മാർബിളാണ് മുഴുവൻ. നമുക്ക് അകത്ത് ഫോണോ നമ്മുടെ ബാഗോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. പിന്നെ സ്ത്രീകൾ തലയിൽ ഷോൾ ഇട്ട് വേണമായിരുന്നു കയറാൻ. അതെനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ എനിക്കൊരു ഷോൾ വന്നു. അതൊക്കെ ഇട്ട് ഞാൻ അകത്ത് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ദ്വാരക ടെമ്പിളിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടതും എൻ്റെ മനസ്സ് ശാന്തമായതും ഇവിടെ വന്ന് കയറിയപ്പോഴാണ്. ഞാൻ ആ ദ്വാരകേനെ മോശം പറയണതല്ല, പക്ഷെ ഓരോരുത്തർക്ക് വ്യക്തിപരമായ ഓരോ അഭിപ്രായങ്ങൾ കാണുമല്ലോ. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ശാന്തത ദ്വാരകാ ക്ഷേത്രത്തിൽ എനിക്ക് കിട്ടിയില്ല. ദ്വാരകാ ക്ഷേത്രം കാണാൻ വളരെ വലുതാണ്, എങ്കിലും ഒരു ശാന്തത എനിക്ക് അവിടെ അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഈ അമ്പലം കയറി കണ്ടതിന് ശേഷം മാത്രം പോകണം. കേബിൾ കാർ എടുക്കുന്നവർ നമ്മൾ എന്തായാലും ശരിയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും കേബിൾ കാർ എടുക്കുവാണെങ്കിൽ ഈ അമ്പലം ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് ഒരു 2-3 ഞാനിപ്പോൾ 3 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായ ടെമ്പിളും കണ്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് തിരിച്ച് കേബിൾ കാറിൽ വരണം. കാരണം ഇതൊക്കെ നടന്നു പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മസ്റ്റായിട്ട് വരേണ്ടതാണ്. അതിമനോഹരമാണ്. ഭീമേശ്വര ടെമ്പിളിന് 3000 വർഷം പഴക്കം, 3000 കൂടുതൽ വർഷം പഴക്കമുണ്ട്. ഈ ട്രക്ക് ചെയ്ത് വരുന്നവർ ഈ അമ്പലത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. പിന്നെ ഞാൻ ഇപ്പം കണ്ടത് വെച്ചിട്ട് കുറേ ആൾക്കാർ ഈ അമ്പലത്തിൽ കയറാതെ നേരെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ കയറി കാണണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. 3000 വർഷങ്ങൾക്ക് മുന്നേ ഇതിപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവിടെ ഈ ലോക്കറിലൊക്കെ വെക്കുന്നതിനൊന്നും ഇവിടെ ആരും. ഇത് വേറൊരു അമ്പലമാണ്, കാണിക്കാവേ. ഭോഗ്നാഥ് ടെമ്പിളോ അങ്ങനെ എന്തോ ഒരു, ഇതും ജൈന ടെമ്പിളാണ്. ഇവിടെ അടുപ്പിച്ച് 3 ക്ഷേത്രങ്ങളാണ് ഉള്ളത് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇനി മുകളിലോട്ട് ചെല്ലുമ്പോൾ അംബാകാളി ക്ഷേത്രം, അങ്ങനെ അത് ഭദ്രകാളി ക്ഷേത്രമാണ്. അങ്ങോട്ടൊക്കെയാണ് ആളുകൾ ഈ തീർത്ഥാടനത്തിനായിട്ട് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജൈനമതവും ഹിന്ദുമതവും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ജൈനമതത്തിലെ ആളുകളുടെ പൂജാരീതികളും അമ്പലത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒക്കെ നമുക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ പറ്റും. വല്ലാത്തൊരു അനുഭൂതിയാണ്. രാവിലെ 9 മണി ആയപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടോ, വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു അമ്പലമുണ്ട്, പക്ഷെ ഞാൻ കയറുന്നില്ല, സമയമില്ല. എല്ലാം ജൈൻ ടെമ്പിൾ തന്നെയാണ്. സ്റ്റെപ്പായെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ഇന്നിവിടെ നല്ല കാറ്റാണ്, അപ്പോൾ കേബിൾ കാർ ഉണ്ടോ ഇല്ലയെന്ന് സംശയമാണ്. ഇതുവരെ ഒന്നും പോകുന്നത് കണ്ടില്ല. 5000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റോപ്പ് വേ ഉള്ള സ്ഥലം. ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റ് റോപ്പ് വേ ഉള്ളത് ഇവിടെയായിരുന്നു, ഗുജറാത്തിലെ ഗിർനാറിൽ. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടോ, ഫുള്ള് കോടയും ഭയങ്കര കാറ്റും ആയതുകൊണ്ട് ഇന്നിവിടെ അടച്ചേക്കുവാണ്, തുറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 20,000 സ്റ്റെപ്സ് കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. 5000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ള അമ്പലമാണിത്. ഇതാണ് അംബാകാളി ക്ഷേത്രം. 51 ശക്തിപീഠങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ക്ഷേത്രമാണിത്. പല ആളുകളും ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. ഇനിയും 5000 സ്റ്റെപ്പും കൂടെ കടന്നു വേണം ദത്താത്രേയ സ്വാമിയുടെ അടുത്ത് നമുക്ക് എത്തുവാനായിട്ട്. കാലാവസ്ഥ വളരെ മോശമായി തുടങ്ങിയിരുന്നു, നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ നോക്കി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു 2000 സ്റ്റെപ്പും കൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് വെള്ളം കിട്ടുന്ന ഒരു കട എനിക്ക് കണ്ടു കിട്ടിയത്. ഗിർനാറിലെ ലാസ്റ്റ് ഷോപ്പിലാണ് അതെ. അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇനിയും 3000 പടിയും കൂടെ കയറാനുണ്ട്. കുറച്ച് വലിയ ക്ലാസ്സാണ്. തന്നെ വിഷമം പറയാൻ പോലും കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാതെ അങ്ങ് നടക്കുകയാണ്. അപ്പം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലേ നമുക്ക് പരാതിപ്പെട്ട് നടക്കത്തുള്ളൂ. നമ്മളല്ലേ സൈലൻ്റായിട്ട് എല്ലാം സഹിച്ച് എന്ത് പറഞ്ഞാലും സഹിച്ചാൽ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങ് നടക്കും. ഇപ്പം എൻ്റെ അവസ്ഥ ഇതാണ്, ആരും മിണ്ടാനും ഇല്ല. ആയിട്ടാണ് ഒരു ട്രെക്കിങ്ങിൽ വന്നിട്ട് ഒരു മലയാളികളെ പോലും കാണാത്തത്. അത് ദ്വാരകയിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഈ നിമിഷം വരെ ഒരു മലയാളിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. തമിഴ് ഒരു സൗത്ത് ഇന്ത്യനെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും അറിയില്ല ഈ ഗിരിധറിനെ പറ്റിയിട്ട്. പക്ഷെ ഇത് നല്ല കാലാവസ്ഥയായിരുന്നു. ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടില്ല, നല്ല ക്ലിയർ ആയിരുന്നു ക്ലൈമറ്റ്. പിന്നെ പെട്ടെന്ന് ഫുള്ള് കോടയായിപ്പോയി. അതുകൊണ്ട് എനിക്ക് കേബിൾ കാർ മിസ്സായതിൽ നല്ല സങ്കടമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് 15,000 സ്റ്റെപ്സ് തിരിച്ചിറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഫുള്ള് 20,000 കഴിയണം. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ചാവും. 1000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 2000 സ്റ്റെപ്പും കൂടെ കയറിയാലേ ഗിരിധറിൻ്റെ ടോപ്പിലെത്തത്തുള്ളൂ. ഇനി ഫുള്ള് കയറ്റാണ്. ഇത്ര നേരം ഇറക്കാമായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനർജി മൊത്തം ഉണ്ടാവണം. അതിൻ്റെ വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി 2000 സ്റ്റെപ്പ് ഇല്ല, ഇപ്പോൾ 500 സ്റ്റെപ്പ് കയറി കാണുമായിരിക്കും. കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രത്തോളം ഭീകരത ഇപ്പം അറിയാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് കോട മൂടിയിരിക്കുകയാണ്. ഈ പ്രകൃതിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കലും. രാവിലെ ഒരു തുള്ളി മഴ പോലും ഇല്ലാഞ്ഞപ്പോൾ സന്തോഷിച്ചിരുന്നതാണ്. പക്ഷെ ഇതാ നടക്കുന്നത് എല്ലാം കൂടെ. ഇനി എത്ര ഉണ്ടോ, ഇപ്പം എത്തി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കാണുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എത്തിയിട്ടൊന്നും ഇല്ല. ഇപ്പം സമയം എത്രയായി?
10:34 നോക്കാം എത്ര സമയം കൊണ്ട് എൻ്റെ ടോപ്പിലെത്താൻ പറ്റുമെന്ന്. 11:30 ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ആണെന്ന് ടോപ്പ് ഇനി 200 സ്റ്റെപ്പും കൂടെ ഉള്ളതെന്നാണ് ഇപ്പോൾ കണ്ടവർ പറയുന്നത്. എനിക്ക് എണ്ണാൻ വയ്യ. ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, വരുന്നവർക്ക് കുടിക്കാൻ സൗജന്യമായിട്ടാണ് വെള്ളമൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിങ്ങനെ അപ്പോൾ എന്തായാലും കയറി തുടങ്ങട്ടെ കേട്ടോ. കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, ആർക്കറിയാം. കാണുന്നതാണ് ഗുജറാത്തിൻ്റെ ഏറ്റവും ടോപ്പാന്നിട്ടുള്ള ഭാഗം. ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ കണ്ട ഫോട്ടോയിലെ കോവിൽ ഇതല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാറ്റി പണിഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്നിട്ടുള്ള ഒരു അപൂർവമായ അവതാരമാണ് ഈ ദത്താത്രേയ ഗുരുവിൻ്റെ. അദ്ദേഹത്തെ യോഗേശ്വരൻ എന്നും ആദ്യ ഗുരു എന്നും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ജൈന, ഹിന്ദു, ബുദ്ധ മതങ്ങളിലുള്ള ഒരുപാട് തപസ്സിനികൾ ഇവിടെ വന്നിട്ട് തപസ് ചെയ്തിട്ട് ജ്ഞാനം സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസമല്ലാതെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അജ്ഞതയെല്ലാം പൂർണ്ണമായും ഇവിടെ വന്ന് തപസ് ചെയ്താൽ മാറുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ അനുഭവം പറയുന്നത്. ദത്താത്രേയ പീഠം എന്നുള്ളൊരു പീഠം മുകളിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. ഒരുപാട് തപസ്സിനികൾ അവിടെ നിന്ന് തപസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഫോൺ അലൗഡ് അല്ല. ഇങ്ങനെ ഗുജറാത്തിൻ്റെയും ഹൈയസ്റ്റ് ഞാനിപ്പോൾ കീഴ്പ്പെടുത്തുകയല്ല, ഞാൻ അവിടെ എത്തിപ്പെട്ടു എന്ന് തന്നെ വേണം പറഞ്ഞ ഒരു ആരാധനാലയമാണ്. ഇപ്പോൾ 11:12 ആയിട്ടുണ്ട്. കറക്റ്റ് 11 മണിയായപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുവാണ്. എത്ര നേരം കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആകെയുള്ള സങ്കടം കേബിൾ കാറിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. നാളെ എഴുന്നേക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഇന്നപ്പോൾ ആശ്രമത്തിൽ പോയി കിടന്ന് ഉറങ്ങുക, ഇതാണ് പണി. ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ വന്നപ്പോൾ 11:15 തുടങ്ങിയ യാത്ര 12 മണിയായപ്പോഴത്തേക്ക് 3000 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 7000 സ്റ്റെപ്പും കൂടാണ് ഉള്ളത്. ഗിരിനറിനെ പറ്റിയിട്ട് ആത്മീയപരമായ ഒരു കാര്യങ്ങളും അറിയാതെയാണ് ഞാൻ യാത്ര പുറപ്പെട്ടതെന്ന് ഇവിടെ വന്നു ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കും അല്ലേ ഇത്രയും പവിത്രമായ സ്ഥലത്തൊക്കെ ഒന്ന് കാല് കുത്താൻ സാധിക്കുക എന്നുള്ളത്. കാരണം അതെനിക്ക് ഇപ്പോഴും ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാനത് അനുഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കേബിൾ കാർ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ദോളി ചുമക്കുന്ന ആളുകൾക്ക് നല്ല ബിസിനസ്സാണ്. കോട കാരണം നഷ്ടപ്പെട്ടു പോയ വ്യൂ കണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തൊരു രസമായിരിക്കുമായിരുന്നു മുകളിലോട്ട് കയറി പോകാൻ തോന്നുന്നു. രാവിലെ കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മണ്ടയിലോട്ടാണ് പോയത്. ഭയങ്കര റിസ്ക്കാണ് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ. ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് മനസാക്ഷി തെറ്റാവുമല്ലോ എന്ന് വെച്ചിട്ട്. ഒരു അപ്പൂപ്പനാണെങ്കിൽ അവിടെ കുറച്ച് പായലുണ്ടായിരുന്നു. ഇതുപോലത്തെ ഇങ്ങനത്തെ പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല പായലാണ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇതുപോലെ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു അത്യാവശ്യം നല്ല അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പം അവിടെ നിന്ന് കുറേ കൊച്ചുങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരാണ് ചെരുപ്പൊക്കെ ഊരിട്ട് റിസ്ക് ആണെങ്കിലും പിള്ളേർ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഇതുങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അത് കണ്ടപ്പോൾ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഉടനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. കൂടെ വന്നവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി അത് കേൾക്കാതെ ചെരുപ്പ് വിട്ടുകൊണ്ട് അതിനകത്തോട്ട് പോയി തെന്നി ഇടിച്ച് പാറേന്ന് 2 കറങ്ങി നമ്മൾ വണ്ടർലയിൽ സ്ലൈഡ് ചെയ്ത് തെറിച്ച് പോകത്തില്ലേ, അതുപോലെ പാറേന്ന് സ്ലൈഡ് ചെയ്ത് ഞാൻ തൊട്ട് മുന്നേ പുള്ളി കറങ്ങി വന്നാണെങ്കിൽ എന്നെ ഇടിച്ചേനെ. അപ്പം ഞാൻ അങ്ങ് ഓടി സൈഡിലോട്ട് മാറി. എന്നിട്ട് അങ്ങോട്ടൊന്ന് പോവുകയും ചെയ്തു. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല വഴുക്കലുള്ള സ്ഥലമാണെന്നുള്ളത്. എന്നിട്ട് പുള്ളിയുടെ തലയുടെ പുറകുവശം ഇടിച്ചില്ല, നെറ്റി ഇടിച്ചു. കൈ മൊത്തം ഇടിച്ച് ചതഞ്ഞ് ചോര വന്നു. എന്നിട്ട് പുള്ളി എഴുന്നേറ്റങ്ങ് നിന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. പുള്ളിക്ക് അപ്പം തന്നെ വയ്യാണ്ട് വന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ചോരയൊക്കെ വരുന്നു, തലേന്ന് പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. വന്നിട്ടും അപ്പോൾ നമ്മൾ ഹൈറ്റിലോട്ട് പോവാതെ താഴോട്ട് പോവാണ് ശരിക്കും വേണ്ടത്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, അതും കെട്ടി വെച്ചുകൊണ്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ് പ്ലാസ്റ്റിക് ഈ നാട്ടിൽ അലൗഡ് ചെയ്യത്തില്ല. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ബോട്ടിലാണെങ്കിൽ പോലും ക്യാനിനകത്താണ് വരുന്നത്. മാഗി ആണെങ്കിലും പൊട്ടിച്ച് ഭരണിയിലാക്കി ഇട്ടേക്കുവാണ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ മുകളിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല. ഒരു 2000 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരെണ്ണം ഉണ്ട്. പക്ഷെ അത് ഡോറൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്, പൊട്ടും വൃത്തിയില്ല. അപ്പം കാറ്റ് നല്ല അടിക്കുന്ന സ്ഥലം ഇത്. കാറ്റടിക്കുമ്പോൾ മൂത്രത്തിൻ്റെ മണമാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഇത്രയും നേച്ചറിനെ സംരക്ഷിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സ്ത്രീകളടക്കം ഇത്രയും നമ്മൾ കയറുമോ, 10,000 സ്റ്റെപ്പ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. അന്നേരം
ഭർത്താക്കന്മാരോ ആരെങ്കിലും ഒക്കെ കാവൽ നിന്നിട്ട് അവർ കാട്ടിപ്പോയാണ് മൂത്രം ഒഴിക്കുന്നത്. എന്ത് കഷ്ടമാണ്. ഇത്രയും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും നല്ലൊരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇല്ല. ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾ കേരളത്തിൽ നിന്നോ അത്രയും ദൂരം നിന്നൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവരെ. അതെന്താ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നവരൊക്കെ നോർമൽ, കുഴപ്പമില്ല അവർക്ക്. നമ്മളിപ്പോൾ ആന്ധ്രയിലുള്ളവരെയും കർണാടകയിലുള്ളവരെയൊക്കെ കണ്ടു. പക്ഷെ ഇങ്ങനെ ട്രെക്കിങ്ങിന് വന്നെന്ന് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ വരെയോ, എന്തിനാ അങ്ങനെ വന്നേ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. എന്നാൽ 2-3 പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ആർക്കും മുഖം കൊടുത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. കാരണം പെണ്ണുങ്ങളെല്ലാം തലേ തുണി ഇട്ടിട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് ഷോളില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് തന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചതാണ്, കേരളത്തിൽ നിന്ന് എന്താണ് ഇത്രയും ദൂരെ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം. ഞാൻ പറഞ്ഞു ട്രക്കിങ്ങിന് വന്നതാണ് എന്ന് പറഞ്ഞു. ഇനി റോപ്വേയുടെ ബാക്കി ഡീറ്റെയിൽസ് പറയാമേ. 2018 റീസ്റ്റാർട്ട് ചെയ്ത ഇതിൻ്റെ വർക്ക് 2020 ഒക്ടോബർ 24 കംപ്ലീറ്റ് ചെയ്ത് മോദിജി ഇനാഗുറേറ്റ് ചെയ്തു. 8 പേർക്കാണ് ഒരു കരിയറിൽ പോകാൻ പറ്റുന്നത്. അങ്ങനെ 25 കാരിയേഴ്സാണുള്ളത്. റോപ്പ് വേയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വുഡൻ കട്ടോള എന്ന സ്ഥലത്താണ് ചെല്ലേണ്ടത്. 1 സൈഡ് ടിക്കറ്റിന് 400 രൂപയാണ്. 2 സൈഡ് ആണെങ്കിൽ 700 രൂപയേ ഉള്ളൂ കേട്ടോ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സമയം. ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 2.3 കിലോമീറ്ററാണ് റോപ്വേയുടെ നീളം. ടോട്ടൽ ട്രക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് ആളുകൾ പറയുന്നത് 6 കിലോമീറ്ററാണ്. 5000 സ്റ്റെപ്പ് മുകളിലേക്ക് വന്നാലും ഗിരിനാറിൻ്റെ ടോപ്പിലെത്താൻ വീണ്ടും 5000 സ്റ്റെപ്പും കൂടെ കയറേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റോപ്പ് വേ നമ്മുടെ രാജ്യത്താണെന്ന് പറയുന്നത് അഭിമാനകരം തന്നെയാണ്. 130 കോടി ചെലവഴിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി ഇവിടുത്തെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് കേട്ടോ. വൈകിട്ട് 4 മണി ആയപ്പോഴേക്കും ഞാൻ ട്രക്കിംഗ് അവസാനിപ്പിച്ച് താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ആശ്രമം. ഫുൾ ടൈം പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ആശ്രമം ഉള്ളത്. ബാക്കി റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആശ്രമത്തിൽ എനിക്ക് കിട്ടിയ റൂം. 1100 രൂപ വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് എവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 100 രൂപയും കൂടെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. വൃത്തിയൊന്നും ഇല്ല, വൃത്തി ഒട്ടും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാത്റൂമും ഇതാണ് ബാത്റൂമൊക്കെ. പക്ഷേ സേഫായിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ പോലീസൊക്കെ ഉണ്ട്, വനിതാ പോലീസൊക്കെ ഉണ്ട്, രാത്രി പ്രൊട്ടക്ഷനൊക്കെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഫ്ലോറിലാണ് ഇവരിവിടെ താമസിപ്പിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. ഒരു നേരം സേഫായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഗുജറാത്തിൽ നമ്മുടെ നാട്ടിലെ കൂട്ടത്തെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കിട്ടില്ല, പാക്ക്ഡ് വെള്ളം. ഇതും പാക്ക്ഡ് വെള്ളമാണ് എങ്കിൽ പോലും ആ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് അല്ല, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൽ മാത്രമേ ഇവിടെ ബോട്ടിലിൽ പോലും വെള്ളം തരുള്ളൂ. സെയിം റേറ്റ് 20 രൂപ തന്നെയാണ്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആക്കാനാണ് ഇവർ പറയുന്നത്. ഇവിടെ എല്ലാം കൊക്കക്കോള ആണെങ്കിലും മിക്സർ ആണെങ്കിലും പോട്ടെ എല്ലാം ഇങ്ങനെ ഭരണിക്കകത്താക്കി ഇട്ടേക്കുവാണ്. കൊക്കക്കോള ആണെങ്കിൽ ക്യാനിനകത്താണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഇവിടെ തീരെയില്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഗിരിനാറിനോടും യാത്ര പറയാൻ ഞാൻ സമയമായിരിക്കുകയാണ്. ഇനിയും ഒരു വട്ടം കൂടെ വന്നിട്ട് ആ റോപ്പ് വേയിലൊന്ന് കയറണം എന്നൊരാഗ്രഹമുണ്ട്. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിക്കുന്നു ഈ ഒരു വ്ളോഗെന്ന് എനിക്കറിയാം. എങ്കിലും താങ്ക് യു. എപ്പോഴും സംഭവിക്കാറുള്ള അബദ്ധമാണ് നടക്കുന്നതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് മറക്കുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ട് അവിടെ വെച്ചെടുത്ത് 1-2 ഫോട്ടോസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നന്ദി.